ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഈ ഈ കിഴങ്ങിന് തേച്ച് ചുറ്റും കിഴങ്ങാന്നുള്ളത് കണ്ട. ഇതിന് തേച്ച് ചുറ്റും കിഴങ്ങുള്ളൂ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഴങ്ങ് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ഇത് മണ്ണിലേക്ക് താത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ വെച്ചിട്ട് മണ്ണിട്ടിട്ട് കുറേശ്ശെ ചുറ്റും മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടി. എന്നാൽ ഒരുപാട് കിഴങ്ങുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കിഴങ്ങ് ഒന്നും രണ്ടൊന്നല്ല, ഒരുപാടുണ്ട്. അതിൻ്റെ മേലെ കൂടി കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി, ആക്കി കൊടുക്കാൻ വേണ്ടി, എന്നാലേ ആ വണ്ണം വെക്കൂലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിപ്പുഴ എടുത്ത് വെച്ചിട്ടില്ല. കണ്ടില്ല, ഇതേപോലെ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടി മണ്ണെടുത്തേ ഉണ്ടാ. ഒരുപാട് കിഴങ്ങുണ്ട്. ഞാനക്കിത് അറിയില്ല, ഞാനിത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. നോക്കുമ്പോഴേക്ക് ഒരുപാട് കിഴങ്ങുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ കിഴങ്ങൊന്നല്ല ഉണ്ടാവുക. ഇതിപ്പോൾ ഇതിന് ഒരുപാട് കിഴങ്ങുണ്ട്. അപ്പോൾ എന്നാ വേണ്ട വെച്ചാൽ ഇത് നമ്മൾ നിരത്തി വെച്ചിട്ട് ഞാൻ ആ ചക്കരക്കിഴങ്ങിന് കൊടുത്ത പോലെ ഇതേപോലെ കലക്ക് മണ്ണിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ കിഴങ്ങ് തെച്ചും പള്ളിയാ കിഴങ്ങ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്ക്, കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അത്രയും കിഴങ്ങാണ്. ഈ കിഴങ്ങ് അത്രയും ഇതിനുണ്ട്. ഇത് തേച്ചും വണ്ണം വെക്കൂല. പുറത്തു നിന്നാകുമ്പോൾ മണ്ണുണ്ടെങ്കിൽ മാത്രമേ വണ്ണം വെക്കൂലൂ. കണ്ട കിഴങ്ങ് കണ്ട തേച്ച് കിഴങ്ങാണ്. ഇങ്ങനെ കിഴങ്ങുണ്ട്. ഇതിന് ചുറ്റുമുണ്ട് ഇതേപോലെ കിഴങ്ങ് കണ്ട. ഇതിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഈ കിഴങ്ങ് വണ്ണം വെക്കണ്ടെങ്കിൽ നമ്മളിത് ചുറ്റും എടുത്തിട്ട് ആടാം. കണ്ണില്ലേ എത്രയാ കിഴങ്ങ് നോക്കണം. കണ്ട, ഈ കിഴങ്ങ് എന്താ വേണ്ട വെച്ചാൽ അത് നമ്മൾ അതിന് ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുക. എന്നാൽ വണ്ണം വെക്കും. അങ്ങനെയാണ് വേണ്ടത്. എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട്, അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചാൽ കിഴങ്ങ് വണ്ണം വെക്കുമല്ലോ. നമുക്ക് ഇത് വണ്ണം വെച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. കളക്കാനായില്ല ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇതേപോലെ ചക്കരക്കിഴങ്ങ് ഇട്ട പോലെ. ഇന്നലെ കൃഷി ഓഫീസർ വന്നേരം പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കണ്ടു, ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ നട്ടിട്ട് ഇങ്ങനെ കാണുന്നെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. അത് നിങ്ങളിപ്പോൾ ഈ മധുരക്കിഴങ്ങ് നട്ട പോലെ മണ്ണിട്ടിട്ട് കൊടുക്കുക വേണ്ട, പുറത്ത് വെച്ചിട്ട് ചുറ്റും ഇട്ട് കൊടുക്കുക വേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പം അതേപോലെ ചെയ്യാനാണ് ഞാനിപ്പം പരിപാടിയിട്ട്. ഇനി ഏതായാലും കളിക്കാനായാലും ആ കിഴങ്ങ് കുറച്ച് വണ്ണം വെച്ച് കിട്ടുമല്ലോ. ഒരുപാട് കിഴങ്ങുണ്ട്, കുറച്ചൊന്നല്ല. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കത് കാണിച്ചു തരാമല്ലേ. എത്രയാണെന്നറിയാം, കുറച്ചൊന്നല്ല, ഒരുപാടുണ്ട്. കിഴങ്ങേ ഉള്ളൂ. മുട്ടെണ്ണം ഒരു മുട്ടിൽ തന്നെ 3-4 കിഴങ്ങാണ്. ഈ കൂർക്കം നടുന്നവർക്കെല്ലാം ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഇതുവരെ ഇത് നട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇക്കൊല്ലം നടുന്നത്. കഴിഞ്ഞ കൊല്ലം നട്ടു. കഴിഞ്ഞ നട്ടിട്ട് എനിക്കൊന്നും ആയിട്ടില്ല. നട്ടിട്ട് പൊടിച്ചിട്ടില്ല. ഇക്കൊല്ലം വന്നിട്ട് ഞാനത് പൊടിച്ച് തയ്യാക്കി നട്ടു. പക്ഷേ ഇനി കിഴങ്ങ് കിട്ടാനുള്ള സാധ്യത, അതിൻ്റെ ഉള്ളിലുണ്ട് കിഴങ്ങ്, അതേ ഉള്ളൂ. അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളീ പുറത്തുള്ള കിഴങ്ങ് വണ്ണം വെച്ച് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പം കണ്ടില്ലേ, ഇതേപോലെ ഞാനിങ്ങനെയാണ് ചക്കരക്കിഴങ്ങിന് കൊടുത്തത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരുപാട് അത്രയും വരുന്ന കണ്ടാ. അതിൻ്റെ മേലെല്ലാം ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ. എന്നാൽ എന്തുണ്ടെന്ന് വെച്ചാൽ വണ്ണം വെച്ചോളൂ. അല്ലെങ്കിൽ വണ്ണം വെക്കൂല, കുഞ്ഞായിട്ട് അവിടെ നിൽക്കും. അത്രേ ഉള്ളൂ. കുഞ്ഞിക്കന ആ ഉരുങ്ങിയായിട്ട് അവിടെ നിൽക്കും. ഇതേച്ചും പുറത്തേക്ക് കേടില്ല വരുന്നറിയോ. എനിക്കിതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. കൂർക്കക്കിഴങ്ങ് സാധാരണ മറ്റുള്ള കിഴങ്ങെല്ലാം നടുമ്പോൾ നടണ്ടെന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നു. സാധാരണ ചക്കരക്കിഴങ്ങ് നടുന്ന പോലെ തന്നെയല്ലേ, വള്ളിയാണ് നട്ടിട്ട് കണ്ടിനാരല്ലോ. പക്ഷെ ഇതിങ്ങനെ നടണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ കൃഷി രീതിയൊന്നും ഞാൻ അറിയില്ലായിരുന്നു. എന്നിട്ടാണ് ഞാനിതിപ്പം ചെയ്യുന്നത്. ഇന്നലെ കൃഷി ഓഫീസർ വന്നേരം പറഞ്ഞു ഇതിനെന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ കിടത്തി വെച്ചിട്ട് നിങ്ങൾ ആ ചക്കരക്കിഴങ്ങ് ഇട്ട പോലെ മണ്ണിട്ട് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഇത് ഇടാൻ പോകുന്നത്. കുറേശ്ശെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ആ കിഴങ്ങ് വണ്ണം വെച്ചോളും എന്ന് പറഞ്ഞു അന്നേരം. ഇനി നടുമ്പം ചുറ്റും ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ കാണിക്കാൻ കഴിയൂ. കണ്ടാ, ഇതേപോലെ കണ്ടില്ലേ, കുറേശ്ശെ മണ്ണ് ഇട്ട് കൊടുക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അങ്ങ് വണ്ണം വെച്ചോളൂ. കണ്ടാ, എത്രയാ കിഴങ്ങെന്നറിയാം, കുറച്ചൊന്നല്ല. ഇതിപ്പോൾ ഇങ്ങനെ നട്ടാലേ എനിക്കിപ്പം ഒന്നിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ 5 കിലോ പറിക്കാൻ തോന്നുന്നു. അത്രക്കുണ്ട് കിഴങ്ങ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. നടുന്നവർക്കൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. ആരല്ലോ നടുന്നവരുണ്ട്, പക്ഷെ അവർക്കൊന്നും ആർക്കും ഇതിനെപ്പറ്റി അറിയുന്നില്ലാന്ന് തോന്നുന്നു. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യവും അറിയില്ല. അറിയാത്ത കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ഇന്നതുപോലെ ചെയ്യണം എന്ന് അറിയുന്നത്. ഇപ്പം സ്ഥിരമായിട്ട് നടുന്നവരുണ്ട്, അവർ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. ഇന്നാൾ റുക്കിയ ടീച്ചർ ഇട്ടത്
ആ ബാഗിൻ്റെ അകത്ത് നടുക്ക് മാത്രമേ ഉള്ളൂ. അത് ഇതേപോലെ തന്നെ എടുത്തിട്ട് കൊണ്ടുവരും. ഇതിനൊന്നും മണ്ണൊന്നും വേറെ ഇട്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ട് കിഴങ്ങ് കിട്ടാനും പോകുന്നില്ല. കിഴങ്ങുണ്ടാവും ഇത് ഇഷ്ടം പോലെ. കാണുന്നില്ലേ? ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ ആ കിഴങ്ങ് നല്ലപോലെ വണ്ണം വെക്കും. അതാണ്. എത്രയാ കിഴങ്ങെന്നറിയാം, കുറച്ചൊന്നല്ല. ഇതെത്ര എഴുന്ന് വന്നു എന്ന് വിചാരിക്കുന്നു. മുട്ടെണ്ണം കിഴങ്ങാണ്. അതിപ്പോൾ ആടെ ഇന്നുണ്ട്. അതിന് ഞാൻ മറ്റേ ചെയ്ത് നോക്കണം. അത് ഞാൻ ആക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഇടാനാവൂല്ലോ. ഇതിപ്പോൾ ഇത്രയും ഇട്ടുവിടും. എന്നുവെച്ചാൽ ഇത് കിഴങ്ങ് ആയില്ലേ. കിഴങ്ങ് ആവാത്തതിന് നമുക്ക് ശ്രദ്ധിച്ചിട്ട് പണിയെടുത്താൽ ഞാൻ നല്ല വിളവെടുത്ത് കാണിച്ചു തരും. ഇതാ ഞാൻ പഠിച്ചു, ഇതുകൊണ്ട് പഠിച്ചല്ലോ. അതേപോലെ ഓരോന്നും നമ്മൾ പഠിച്ചു വരില്ല. കണ്ടോ, കിഴങ്ങ് ഇതിൻ്റെ മേലെ തന്നെ വരുന്നു. ഇതാ ഇതേപോലെ മണ്ണിട്ടിട്ട് കൊടുക്കുക. കുറേശ്ശെ മണ്ണിട്ടാൽ മതി. എന്താ വെച്ചാൽ ആ കിഴങ്ങ് വണ്ണം വെക്കാൻ മാത്രം. കുറച്ച് പുറത്താകുമ്പം അങ്ങനെ വണ്ണം വെക്കൂലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. എന്താ ഇപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. എന്നാൽ ഇനി ആരെങ്കിലും കുറുക്ക കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ മാത്രമേ നടാൻ പാടുള്ളൂ. മറ്റേ ജാതി ആരും നടാൻ പാടില്ല. എന്നുവെച്ചാൽ ചുറ്റും ബേഗിലാന്ന് എഴുതുന്നുണ്ടെങ്കിൽ ചുറ്റും നട്ടാലും ഇനി ഇവിടെ നട്ടാലും പടത്തി പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് മണ്ണിട്ട് കൊടുക്കണം. ചക്കരക്കേങ്ങിന് മണ്ണിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇതൊന്നും പണിയെടുത്തൊന്നും കിട്ടൂല. കണ്ടോ, കിഴങ്ങായത് തേച്ചു. ഇതാ കണ്ടോ, നല്ലോണം വണ്ണം വരുന്നുണ്ട്. ഇതാ നല്ലപോലെ ഉണ്ട്. ഉണ്ടല്ലേ. ഇതെല്ലാം ഇഷ്ടംപോലെ എത്രയാ കിട്ടുകയെന്നറിയാം. ഇതിപ്പോൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു 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 വേഗ നട്ടാൽ തന്നെ ഒരു 4-5 കിലോ പറിക്കാൻ തോന്നുന്നു. അത്രക്കും കിഴങ്ങുണ്ട്. അത്രക്കും ഉണ്ട് കിഴങ്ങ്. ഒരു കിഴങ്ങും 2 കിഴങ്ങും 10 കിഴങ്ങും അല്ല. ഒന്നിൻ്റെ മേലെ തന്നെ 4-5 എണ്ണമാണ് കാണുന്നത്. 4 എണ്ണം അല്ലാന്ന് ഒരു മുട്ടിന് കാണുന്നു. പിന്നെ അത് മുട്ട് തേച്ചും വന്നാൽ പിന്നെ പറയാനുണ്ടാ. ഇത് കണ്ടില്ലേ, ഇതേപോലെ നമുക്കിങ്ങനെ ചെയ്തു കൊടുത്താൽ ഉണ്ടാ. എത്രയാ എനിക്ക് ഇപ്പം സന്തോഷമായത്. ഞാൻ വിചാരിച്ചിനി കൂർക്കക്കിഴങ്ങ് നട്ടിട്ട് എനിക്ക് ഒന്നും കിഴങ്ങ് കിട്ടാണ്ടായി പോകുമോ എന്നെല്ലാം വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോഴേക്ക് കാണാം ഇതിനകത്ത് കിഴങ്ങുണ്ട് കാണുന്നത്. കുഞ്ഞി കിഴങ്ങ് മേക്കും മേലെ. ഇതിനെന്ത് വേണം, ഇത് എന്താ വേണ്ട? ഇത് എന്നിട്ടാണ് ഞാൻ അപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുപോയി കൊണ്ടെടുത്തിട്ട് അതേപോലെ നട്ടിട്ടുള്ളത്. ഇനി അത് അങ്ങനെ നടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതും ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തു. ഇനി ആടിയുണ്ട്, അതും നടണം അതേപോലെ. നിങ്ങളെല്ലാവരും കൂർക്ക കൃഷി ചെയ്യുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കിഴങ്ങ് കൂർക്ക കൃഷി പിന്നെ ഒരുപാട് നമുക്ക് വിളവ് തരും. കൂർക്ക കൃഷി നട്ടാൽ നമുക്ക് നഷ്ടം വരില്ല. അത്രക്കും ഉണ്ടാവും. വലിയൊരു പണിയൊന്നുമില്ല. നമ്മൾ ആണി കളിച്ചിട്ടിട്ട് നട്ടാലും മതി. വേഗമൊന്നും വേണ്ട, കൂടുതൽ വളമൊന്നും വേണ്ട, ഇനി ഒന്നും വേണ്ട. അത്ര ഒരു നല്ല ഒരു കൃഷിയാണിത്. പക്ഷേ ചെറിയ കിഴങ്ങായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും കിഴങ്ങ് വണ്ണം വെക്കുന്നുണ്ട്. പുറത്തേക്കൂടിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ ആടെ രണ്ടെണ്ണം കൂടി ആടെ നടാനുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ നടേണ്ടതായിരുന്നു. ആടെ നടാൻ തോന്നുന്നു. നോക്കട്ടെ. ഒരു കുഴിയുടെ നടാനുണ്ട്. കണ്ടല്ലേ, ഒരു 3 വേഗം കുഴിയുടെ നടാനുണ്ട്. ഞാനിപ്പോൾ കൊത്തി വൃത്തിയാക്കും. ഇതിന് അതിപ്പം കൊത്തി വൃത്തിയാക്കുന്നുണ്ട്. അതല്ലേ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇവിടെ കൊത്തിയിട്ട് ഇങ്ങനെ ആക്കി. ഇനിയിപ്പോൾ ഇത് ആ ബാഗ് എടുത്തിട്ട് ഇവിടെ വെക്കണം. കണ്ടില്ലേ, ഇതേപോലെ കളച്ച് വേരുണ്ട് ഇവിടെ ഒത്തിരി. എന്നാലും
വെടിയില്ല, നമുക്കിതിവിടെ നടാനാക്കാലോ. കളിച്ച് വെച്ചു. ഇനിയിപ്പം ആ ബാഗ് എടുത്തിട്ട് ഇവിടെ വെക്കണം. അതാ വേണ്ടത്. കണ്ടില്ലേ? ഇനിയിപ്പം കണ്ടല്ലോ. ഇത് ഞാൻ എടുത്തിട്ട് ഇവിടെ വെക്കട്ടെ. ഇതിൽ അത്രയും കിഴങ്ങാ ഉള്ളത്. ഈ കിഴങ്ങ് തേച്ച് നമുക്ക് എടുത്തിട്ട് ഇവിടെ വെക്കാം. കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ വെച്ചു. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ? അതവിടെ വെച്ചു. ഇനിയിപ്പം ഇവിടെ ഒന്നും കൂടിയുണ്ട്. ഇത് കണ്ടില്ലേ? 3 എണ്ണം അവിടെ ഉള്ളു. അപ്പുറം 3 എണ്ണം വെച്ച് 4 എണ്ണം വെച്ചു. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ വെക്കട്ടെ. കണ്ടോ? ഇതേപോലെ നമുക്ക് മണ്ണിട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങോട്ടേക്കാക്കാം. എന്നാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കാം. എന്നാൽ ആ ഒന്നിനെ കൊണ്ടാവും. ഉണ്ടല്ലേ? ഇതേപോലെ ഇവിടെ ഇട്ടിട്ട് മണ്ണിട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് വെക്കട്ടെ. ഉണ്ടല്ലോ? ഉണ്ടല്ലേ? ഇതാ ഇതുപോലെ വെക്കാം. ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഇതിനകത്ത് മണ്ണിട്ടിട്ട് കൈകൊണ്ട് വാരിയിട്ട് കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കാം. കിഴങ്ങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കിഴങ്ങ് ഇതിൻ്റെ നടുക്കെല്ലാം ഉണ്ട്. കിഴങ്ങ് ഇതെല്ലാം പൊട്ടിപ്പോന്ന് ഇങ്ങനെ ഇട്ടിട്ട്. എന്നാലും കിട്ടിക്കോട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ഇടാക്കിയിട്ടുള്ളത്. എന്താ കിഴങ്ങ് എത്രയാണെന്നറിയില്ല. ഇത് പറിച്ച് നമുക്ക് പറിക്കാനാകുമ്പോഴേക്ക് കിട്ടുമോയെന്നും അറിയില്ല, പോയിപ്പോകുമോയെന്നും അറിയില്ല, ഒന്നും അറിയില്ല. നമുക്കൊന്ന് നട്ടു നോക്കാം. ഇങ്ങനെ ആക്കി നോക്കിയാലേ കാര്യമുണ്ടോ നോക്കാം. കണ്ടില്ലേ? ഇതുപോലെ ഞാൻ ഇവിടെ നട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതേപോലെ ഇടാം. ഉണ്ടല്ലോ? ഇനിയിപ്പോൾ ഇതൊന്നും കൂടിയുണ്ട്. ഇത് കൂടി ഇതാ കിഴങ്ങാന്ന്. ഇത് നല്ല കിഴങ്ങ്. വണ്ണം വരുന്നില്ല, പക്ഷേ ഇതാവുന്നത്രേ. ഇനി ആയിട്ടില്ല. ആയതെല്ലാം ആടിയുണ്ട്. ഇനി ഇത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് മണ്ണ് വരും. ഇവിടെ വരും, കിഴങ്ങ് വരും. കണ്ടില്ലേ? അവിടെ മണ്ണ് വേണം കുറച്ചും കൂടി. ഉണ്ടല്ലോ? ഇവിടെ നല്ല പൊടി മണ്ണുണ്ട്. ഇത് ഞാൻ കുറച്ച് വാരി ഇട്ടേ. എന്താ നല്ല വളമാണ് അത്. ഇത് കുറച്ച് ഇതിലെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. എന്നാലും എന്തെന്ന് വെച്ചാൽ കിഴങ്ങ് അങ്ങനെ കിഴിഞ്ഞ് പോയിക്കോളും. അത് പൊട്ടിപ്പോന്നു. പക്ഷേ ഈ തിലക്ക് ഭയങ്കര ഇതാണ്. ഞാൻ ഇട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ പൊട്ടി കഷ്ണം കഴിഞ്ഞു. എന്നാലും കിട്ടുന്ന കിട്ടട്ടെ, ഇല്ലെങ്കിൽ അത്രയല്ലേ കിട്ടൂ, വണ്ണം വെക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഞാൻ ഇതുവരെ ഇത് നട്ടിട്ടില്ല. നട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. ഇതൊക്കെ ആദ്യമായിട്ടാണ് നട്ടിനി. അതുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാവാഞ്ഞു. കിഴങ്ങ് ഇപ്പം ഉണ്ടാവാൻ തുടങ്ങി. ഇത്ര വരെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിന്. പക്ഷെ ഇപ്പം ഉണ്ടാവാൻ തുടങ്ങി. ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ പുറത്തെല്ലാം വരുന്നത്. അന്നേരം ഞാൻ നോക്കിയത് ഇതിനി എന്ത് വേണമെന്ന്. ഉള്ളിൽ വരുന്നുണ്ടല്ലോ എന്ന്. ഇത് ഞാൻ കുറേശ്ശെ മണ്ണ് ഇങ്ങനെ ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നാലും എന്തുകൊണ്ട് വെച്ചാൽ അത് കുറച്ച് അവിടെ മുങ്ങിക്കിടക്കട്ടെ വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതേപോലെ അരി ഇട്ട് കൊടുക്കണം. ഇത് കണ്ടില്ല? ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മളൊന്നും ചെയ്യണം. ഇതിൻ്റെ അധികം പണിയൊന്നുമില്ല. ഇതൊരിക്കൽ നട്ട് കൊടുത്ത് നമ്മൾ ലേശം വെള്ളം നനച്ച് കൊടുക്കുകയെ വേണ്ടു. നട്ട് കൊടുത്ത ശേഷം വളം ഇട്ട് നട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതാക്കിയ മതി. ഇനി ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും പിന്നെ നന്ദി, നമസ്കാരം. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ ആണ്. എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടും. 1 കിലോ 2 കിലോ നല്ല പരിപ്പ് നമ്മൾ ഒത്തിരിയും പരിക്കായില്ല.